സംസ്ഥാനത്ത് ആശങ്കയായി പേവിഷബാധയേറ്റുള്ള മരണങ്ങൾ. ഈ വർഷം പേവിഷബാധ സ്ഥിരീകരിച്ച 19 പേരും മരിച്ചുവെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. ഈ മാസം 2 പേർക്കാണ് പേവിഷബാധയേറ്റ് ജീവൻ നഷ്ടമായത്. സംസ്ഥാനത്ത് 5 മാസത്തിനിടെ 1,65,136 പേർക്ക് നായയുടെ കടിയേറ്റുവെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, നമ്മുടെ രാജ്യത്താണെങ്കിലും അന്താരാഷ്ട്ര തലത്തിലാണെങ്കിലും ഈ പേവിഷബാധയേറ്റുള്ള മരണങ്ങൾ കുറയ്ക്കുക, അതിൻ്റെ ഭാഗമായുള്ള സമഗ്രമായ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്ന ഒരു ഘട്ടമാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു ഞെട്ടിക്കുന്ന കണക്ക് പുറത്തു വരുന്നത്. ഇതിലൊരാൾ പോലും, പേവിഷബാധയേറ്റ ഒരാൾക്ക് പോലും ജീവിതത്തിലേക്ക് തിരികെ വരാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ ഞെട്ടലുണ്ടാക്കുന്ന കണക്കാണ്. എന്താണ് ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത് പ്രതീഷ്? റിജിത്ത പറഞ്ഞതുപോലെ തന്നെയാണ്, ആശങ്കപ്പെടുത്തുന്നതാണ് ആരോഗ്യവകുപ്പിന്റെ തന്നെ ഔദ്യോഗിക കണക്ക്. കഴിഞ്ഞ 5 മാസത്തിനിടെ 19 പേർക്കാണ് സംസ്ഥാനത്ത് പേവിഷബാധ സ്ഥിരീകരിച്ചത്. ഈ 19 പേരും മരിച്ചു എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഒരാളെ പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഈ മാസം, ജൂലൈ മാസം തുടങ്ങി 5 ദിവസം ആകുന്നതേ ഉള്ളൂ. ഈ 5 ദിവസത്തിനിടയിൽ 2 മരണം സംഭവിച്ചു. ജൂലൈ 2-ാം തീയതി 2 പേർക്ക് പേവിഷബാധ സ്ഥിരീകരിക്കുകയും ആ 2 പേരും മരിച്ചു എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ തന്നെ ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. അത്തരത്തിലൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. നേരത്തെ ഈ പ്രതിരോധ വാക്സിനുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ ഉയർന്നിരുന്നു. വാക്സിൻ്റെ ഗുണനിലവാരം ഉൾപ്പെടെ പരിശോധിക്കുന്ന കാര്യത്തിൽ നേരത്തെ ആരോഗ്യവകുപ്പ് വിദഗ്ധമായ പരിശോധന നടത്തുകയും ഒരു പ്രത്യേക സമിതി ഉൾപ്പെടെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരോഗ്യ വിദഗ്ധർ പറയുന്നത് പലപ്പോഴും ആഴത്തിലുള്ള കടിയേൽക്കുമ്പോഴാണ് മരണം ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നത്. ഈ മരണം റിപ്പോർട്ട് ചെയ്ത എല്ലാ കേസുകളിലും ആഴത്തിലുള്ള മുറിവായിരിക്കും ഏറ്റിട്ടുള്ളത്. ഇത് പെട്ടെന്ന് തലച്ചോറിനെ ബാധിക്കാനും മരണം സംഭവിക്കാനുമുള്ള സാധ്യത കൂടുതലാണ് എന്നതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ പ്രതിരോധ വാക്സിന് വലിയ ശേഷിയുണ്ട് എന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. റാബിസ് വാക്സിൻ എടുത്താൽ വർഷങ്ങളുടെ പ്രതിരോധം ഉണ്ട്. പക്ഷേ അത്തരത്തിൽ റാബിസ് വാക്സിൻ എടുത്തവർക്ക് പോലും ഈ പേവിഷബാധ വരികയും മരണം സംഭവിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായൊരു പഠനം ആരോഗ്യവകുപ്പ് നടത്തണമെന്നതാണ് പൊതുവെ ഉയരുന്ന ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട ഈ മനുഷ്യാവകാശ കമ്മീഷൻ നേരത്തെ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഒരു പ്രത്യേക മെഡിക്കൽ സംഘം ഇതുമായി ബന്ധപ്പെട്ട പഠനം നടത്തണമെന്നതും കൃത്യമായ ഒരു റിപ്പോർട്ട് മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിക്കണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു. അതിലും മനുഷ്യാവകാശ കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതാ ഈ മരണപ്പെട്ടവരെല്ലാം തന്നെ ഈ പ്രതിരോധ വാക്സിൻ എടുത്തിട്ടുണ്ടോ, ഇവർക്ക് ഈ വാക്സിൻ പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഗുരുതരമായ ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഓരോ ദിവസവും തെരുവുനായയുടെ ആക്രമണം പെരുകുകയാണ്. ഈ പ്രത്യേകിച്ച് കുട്ടികളെയാണ് തെരുവുനായ അത്രത്തോളം ആക്രമിക്കുന്നത്. നമുക്ക് ഈ പല ദൃശ്യങ്ങളും പുറത്തു വരുന്നതാണ്. തെരുവുനായ കുട്ടികളെ ഓടിക്കുന്നതും കടിക്കുന്നതും, ഒപ്പം ഈ നാട്ടിലിറങ്ങി നിരവധി പേരെ തെരുവുനായ കടിക്കുന്ന ആക്രമണങ്ങളൊക്കെ തന്നെ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അത്തരത്തിലൊരു ആശങ്ക നിലനിൽക്കുമ്പോഴാണ് ഈ പേവിഷബാധ മരണം സംബന്ധിച്ച ഔദ്യോഗിക കണക്കുകൾ കൂടി പുറത്തു വരുന്നത്. പ്രതീക്ഷ, ഇതിന് 2 തരത്തിലാണ് ഇതിൻ്റെ ഒരു പ്രതിരോധ നടപടി എന്നുള്ള നിലയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഒന്ന്, ഈ തെരുവ് നായകളുടെ വർധന തടയുക, അല്ലെങ്കിൽ തെരുവ് നായകളുടെ ആക്രമണം തടയുന്നതിന് വേണ്ട തരത്തിലുള്ള ചില നടപടികൾ സ്വീകരിക്കുക. അതിനൊപ്പം തന്നെ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ അതിന് ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു വഴിയും. ഇതിൽ രണ്ടിലും ഇങ്ങനെ ഈ പേവിഷബാധയുമായി ബന്ധപ്പെട്ട ആശങ്ക ഉയരുന്നൊരു സാഹചര്യം രൂപപ്പെടുമ്പോൾ അതിനെ ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നത് ഏത് തരത്തിലാണ്? ഇപ്പോൾ വാക്സിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ വാക്സിൻ ഘട്ടങ്ങളായാണ് അതിൻ്റെ വാക്സിനേഷൻ നടക്കുന്നത്. അത് പൂർത്തിയാക്കാൻ കഴിയാത്തതോ അല്ലെങ്കിൽ അതിലുള്ള പ്രതിസന്ധികളോ എന്താണ് ആരോഗ്യവകുപ്പ് ഇതിൻ്റെ ഒരു പ്രശ്നമായി കാണുന്നത് പ്രതീഷ്? തെരുവുനായ പ്രതിരോധം വലിയ ഒരു പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണം രൂക്ഷമായിരുന്നു. അന്ന് പല പദ്ധതികളും വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടി നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നു. അത് ആരോഗ്യ വകുപ്പിൻ്റെയും മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും തദ്ദേശ വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ പല പദ്ധതികളും ആസൂത്രണം ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും തന്നെ നടപ്പായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ABC പദ്ധതി പോലും പലയിടങ്ങളിലും നടക്കുന്നില്ല. അതൊക്കെ തന്നെ വലിയ ആ സംവിധാനങ്ങളൊക്കെ തന്നെ പരാജയപ്പെട്ട സാഹചര്യമാണുള്ളത്. അപ്പോഴാണ് ഈ പേവിഷബാധ സംബന്ധിച്ചുള്ള ഒരു ആശങ്കയും നിലനിൽക്കുന്നത്. ആരോഗ്യവകുപ്പ് പറയുന്നത് ഈ പരമാവധി ആളുകളെ ഈ പ്രതിരോധ വാക്സിൻ നൽകി ഈ പേവിഷബാധയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ പേവിഷബാധ സ്ഥിരീകരിച്ച് മരണം സംഭവിച്ചവരൊക്കെ തന്നെ ഗുരുതരമായി മുറിവേറ്റവരാണ്. അതുകൊണ്ടാണ് ആ മരണം അത്രത്തോളം ഉണ്ടായത് എന്നതാണ് പ്രധാനമായും ആരോഗ്യവകുപ്പ് ഒരു വിശദീകരണമായി പറയുന്നത്. പക്ഷേ പേവിഷബാധ വാക്സിൻ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് എടുത്താൽ പോലും അതിൻ്റെ പ്രതിരോധം ഒരുപാട് വർഷങ്ങൾ നീണ്ടു
നീണ്ടു നിൽക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ വാക്സിൻ എടുത്തവർക്ക് പോലും പേവിഷബാധ സ്ഥിരീകരിക്കുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നു എന്നതാണ് നമുക്ക് ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. 2021 ശേഷം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത പേവിഷബാധ മരണങ്ങളിൽ 22 മരണവും ഈ പേവിഷബാധ വാക്സിൻ എടുത്തവരിലാണ് ഉണ്ടായിട്ടുള്ളത്. അതും ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്കുകളാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പിന്റെ ഒരു ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട അടിയന്തരമായി വേണം എന്നതാണ് പ്രധാനമായും ഉയരുന്ന ഒരു ആവശ്യം. അതോടൊപ്പം തന്നെ ഈ തെരുവുനായ പ്രതിരോധത്തിൽ വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടിയുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. കാരണം ആ കണക്കുകൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ 5 മാസത്തിനിടെ ഏകദേശം 1.25 ലക്ഷത്തോളം പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. ഏറ്റവും കൂടുതൽ തെരുവുനായ ആക്രമണം ഉണ്ടായത് ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിലാണ്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തെ സർക്കാർ ഗൗരവത്തോടെ കാണണമെന്നാണ് പൊതുവെ ഉയരുന്ന വികാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയും വിവരവുമാണിത്. ഈ വർഷം പേവിഷബാധ സ്ഥിരീകരിച്ച 19 പേരും മരിച്ചു എന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. ഒരാളെപ്പോലും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല.